ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ കേരള പി എസ് സിയുടെ യോഗ തീരുമാനം പോലെ HSA സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി എത്തുന്നതായിരിക്കും. ഇനിയും സമയം കളയാതെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ട നേരമായിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയെക്കുറിച്ചുള്ള, അതായത് ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ, ഭൗമ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ, ഭൂമിയുടെ ഘടന തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ആദ്യമായി ജിയോഗ്രഫി എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഗ്രീക്ക് വാക്കായ ജിയോ കൂടാതെ ഗ്രാഫി എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ജിയോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ഗ്രീക്ക് വാക്കായ ജിയോയുടെ അർത്ഥം ഭൂമിയെന്നും ഗ്രാഫി എന്ന് വെച്ചാൽ എഴുതുക. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം. ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം ജിയോഗ്രഫി എന്ന വാക്കുണ്ടായത് ഗ്രീക്ക് വാക്കായ ജിയോ, ഗ്രാഫി തുടങ്ങിയ രണ്ട് വാക്കുകളിൽ നിന്നാണ്. ഇനി ഭൂമിശാസ്ത്രത്തെ ശാസ്ത്രീയ രീതിയിൽ ആദ്യമായി പഠിച്ചതാരാണ്? ഭൂമിശാസ്ത്രത്തെ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി പഠിച്ചത് ഗ്രീക്കുകാരാണ് ഭൂമിശാസ്ത്രത്തെ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യമായി പഠിച്ചത്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് പണ്ഡിതനാണ് ഇറാത്തോസ്തനീസ്. ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് പണ്ഡിതനാണ് ഇറാത്തോസ്തനീസ്. ഇദ്ദേഹം ഈജിപ്തുകാരനായിരുന്നു. ഇറാത്തോസ്തനീസ് എന്ന് പറയുന്നത് ഈജിപ്തുകാരനായിരുന്നു. ഇനി ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയതും അദ്ദേഹം തന്നെയാണ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഇറാത്തോസ്തനീസ് ആണ്. അദ്ദേഹമാണ് ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും. ഭൗമകേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് ടോളമിയാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം അഥവാ ജിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് ടോളമി. ഭൗമകേന്ദ്രവാദം ആദ്യമായി മുന്നോട്ട് വച്ചത് പൈതഗോറസാണ്. ഭൗമകേന്ദ്രവാദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പൈതഗോറസും ഭൗമകേന്ദ്ര സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ടോളമിയുമാണ്. ഭൗമകേന്ദ്ര സിദ്ധാന്തം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് സൗരകേന്ദ്ര സിദ്ധാന്തം. ഹീലിയോസെൻട്രിക് തിയറി ആവിഷ്കരിച്ചത് പ്രസിദ്ധ പോളിഷ് ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ്, ആര്യഭട്ടൻ എന്നിവരാണ്. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് രണ്ട് പേരാണ്. ആരൊക്കെയാണ്? പോളിഷ് ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസും ആര്യഭട്ടൻ തുടങ്ങിയവരാണ്. സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നതാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, അതാണ് സൗരകേന്ദ്ര സിദ്ധാന്തം. ഭൂമധ്യരേഖ പ്രദേശത്ത് ആണ് ഭൂമിക്ക് ഏറ്റവും അധികം ഭ്രമണ വേഗതയുള്ളത്. ഭൂമധ്യരേഖ പ്രദേശത്താണ് ഭൂമിക്ക് ഏറ്റവും അധികം ഭ്രമണ വേഗതയുള്ളത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എവിടെയാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. 1680 km/h ആണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത. 1680 km/h ആണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത എന്ന് പറയുന്നത്. 40,000 km ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് എത്രയാണ്? 40,000 km. ധ്രുവങ്ങളിൽ പരന്നതും മധ്യഭാഗത്ത് വീർത്തും ഇരിക്കുന്ന രൂപമായ ജിയോയിഡ് ഓർ ഒബ്ലേറ്റ് സ്പെറോയിഡ് ആണ് ഭൂമിയുടെ ആകൃതി. ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജിയോയിഡ് അതല്ലെങ്കിൽ ഒബ്ലേറ്റ് സ്പെറോയിഡ് എന്നായിരിക്കും തരുന്നത്. അപ്പോഴത് പഠിച്ചു വെച്ചേക്കുക. 15 കോടി കിലോമീറ്ററാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി അകലം. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്ററാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി അകലം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ശരാശരി അകലം എന്ന് പറയുന്നത് എത്ര കോടി കിലോമീറ്ററാണ്? 15 കോടി കിലോമീറ്റർ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 1 മിനിറ്റ് 3 സെക്കൻഡ് സമയം ആവശ്യമാണ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 1 മിനിറ്റ് 3 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് ഭ്രമണം. അതറിയാലോ. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെയാണ്, സ്വയം കറങ്ങുന്നതിനാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും, അതായത് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്ന സമയം ആവശ്യമാണ്. ഭൂമിക്ക് ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ് വേണ്ടി വരുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെ പരിക്രമണം എന്നും ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്നുമാണ് പറയുന്നത്. രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ഇനി ഭൂമിയുടെ ഒരു പരിക്രമണം, അതായത് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനാണല്ലോ പരിക്രമണം എന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ വേണ്ടി 365 ദിവസം
5 മണിക്കൂർ 48 മിനിറ്റ്. അത് നമ്മൾ ഒരു വർഷം സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റുമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഭൂമിശാസ്ത്രം, അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ അല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഭൗമോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളാണ്. ഭൗമോൽപത്തിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകര വിസ്ഥാപന സിദ്ധാന്തം അഥവാ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ വൻകരകളുടെ സ്ഥാനം ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഭൗമോപരിതലത്തിൽ വൻകരകളുടെ സ്ഥാനം ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്നു. എസ് പെല്ലഗ്രീനി 1858 മുന്നോട്ട് വെച്ച ആശയങ്ങളെ 1915 ആൽഫ്രഡ് വെഗ്നർ സമഗ്രമായി പുനരാവിഷ്കരിച്ചു. ആദ്യമായിട്ട് പെല്ലഗ്രീനി 1858 മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു 1915 ആൽഫ്രഡ് വെഗ്നർ സമഗ്രമായി ആവിഷ്കരിച്ചത്. ഈ സിദ്ധാന്തം എന്താണ് പറയുന്നത്? ഭൗമോപരിതലത്തിൽ വൻകരകളുടെ സ്ഥാനം ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. വെഗ്നറുടെ സിദ്ധാന്തപ്രകാരം ലോകത്ത് ആദ്യമുണ്ടായിരുന്ന ബൃഹത്ത് വൻകരയുടെ പേരാണ് പാൻജിയ. മാതൃഭൂഖണ്ഡം എന്നും ഇതറിയപ്പെടുന്നു. ആൽഫ്രഡ് വെഗ്നർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തപ്രകാരം ലോകത്ത് ആദ്യമുണ്ടായിരുന്ന ബൃഹത്ത് വൻകരയുടെ പേര് അദ്ദേഹം പാൻജിയ എന്നാണ് പറഞ്ഞത്. അതിനെയാണ് മാതൃഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നത്. പാൻജിയ വൻകരയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ബൃഹത് സമുദ്രഭാഗമാണ് പന്തലാസ. പന്തലാസ എന്ന് പറയുന്നത് പാൻജിയ വൻകരയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ബൃഹത്ത് സമുദ്രമാണ്. പാൻജിയ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡവും പന്തലാസ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? സമുദ്രവുമാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത രണ്ടാമത്തെ സിദ്ധാന്തം ഫലകചലന സിദ്ധാന്തം, പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്താണെന്ന് നോക്കാം. ഫലകചലന സിദ്ധാന്തം രൂപീകരിച്ചത് ഹോംസ് ആണ് ഫലകചലന സിദ്ധാന്തം. ലിത്തോസ്ഫിയർ പൊട്ടിപ്പിളർന്ന് വലുതും ചെറുതുമായ അനേകം ഫലകങ്ങളായി സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഏതാണ്? ലിത്തോസ്ഫിയർ ആണ് പൊട്ടിപ്പിളരുന്നത്. അത് വലുതും ചെറുതുമായ അനേകം ഫലകങ്ങളായി നിലകൊള്ളുന്നു. ഇതാണ് ഫലകചലന സിദ്ധാന്തം. ഈ ഫലകങ്ങൾ വൻകരകളെ മാത്രം ഉൾക്കൊള്ളുന്നവയോ സമുദ്രങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്നവയോ ഇവ രണ്ടിനെയും ഉൾക്കൊള്ളുന്നവയോ ആകാം. അപ്പോൾ ഫലകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുകിൽ വൻകരയാവാം, അതല്ലെങ്കിൽ സമുദ്രങ്ങളാകാം, അതല്ലെങ്കിലോ വൻകരകളും സമുദ്രങ്ങളും ആകാം. അപ്പോഴും നമ്മൾ ഭൗമോൽപത്തിയെക്കുറിച്ച് 2 സിദ്ധാന്തങ്ങളാണ് പഠിച്ചത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം 2 പേരുകൾ പെല്ലഗ്രിനിയും ആൽഫ്രഡ് വെഗ്നറും. പിന്നീട് നമ്മൾ ഫലകചലന സിദ്ധാന്തമാണ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ ഭൂവൽക്കം എന്നും മാൻഡിൽ എന്നും അകക്കാമ്പ് എന്നും 3 ആയിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ: ഭൂവൽക്കവും മാൻഡിലും അകക്കാമ്പും. അകക്കാമ്പിനെയാണ് വീണ്ടും 2ആയി തരം തിരിച്ചിട്ടുള്ളത്: ബാഹ്യകവചമെന്നും ആന്തരിക കവചം എന്നും. ഇനി സിയാൽ, സിമ എന്നിവ ഭൂവൽക്കത്തെ 2ആയി തരം തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. സിയാലും സിമയും. അത് ഭൂവൽക്കത്തിൻ്റെ 2 തരംതിരിവാണ്. സിയാൽ എന്താണ്? സിയാൽ സിലിക്കണും അലൂമിനിയവും ചേർന്ന കരഭാഗമാണ് സിയാൽ. കടൽത്തറ ഭാഗമാണ് സിമ. അതിൽ സിലിക്കൺ മാഗ്നീഷ്യവും ചേർന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. സിയാലും സിമയും ചേർന്നാണ് ഏതാണ്? സിയാലും സിമയും എന്നാണ് ഭൂവൽക്കത്തെ 2ആയി തരംതിരിക്കുന്നത്. സിലിക്കണും അലൂമിനിയം ചേർന്ന ഭാഗം സിയാലെന്നും സിലിക്കണും മഗ്നീഷ്യവും ചേർന്ന ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. അടുത്തത് മോറോവിസിക് വിഛിന്നത. അതെന്താണെന്ന് നോക്കാം. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും വേർതിരിവിനെയാണ് നമ്മൾ മോറോവിസിക് വിഛിന്നത എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും വേർതിരിക്കുന്ന ഭാഗമാണ് മോറോവിസിക് വിഛിന്നത. അലൂമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ചോദിക്കുവാണെങ്കിൽ അത് അലൂമിനിയമാണ്. ഭൂമിയുടെ പുറന്തോടിനെ ഭൂവൽക്കം എന്ന് പറയുന്നു. ഭൂവൽക്കം എന്നാൽ എന്താണ്? ഭൂമിയുടെ പുറന്തോടാണ്. വൻകരകൾക്കിടയിൽ കൂടിയത് 60 കിലോമീറ്ററിനും കടൽത്തറകളിൽ 20 കിലോമീറ്ററിനും താഴെയുമാണ് ഭൂവൽക്കത്തിൻ്റെ കനം. 60-20 ഓർത്ത് വെച്ചാൽ മതി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം അലൂമിനിയം എന്ന് പഠിച്ചു. അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. ഭൂവൽക്കം എന്ന് പറയുന്നത് ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്. ഭൂവൽക്കം എന്ന് പറയുന്നത് ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ്.
ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് 6.6%. കൂടാതെ സിലിക്കൺ 27.72%, അലൂമിനിയം 8.31%, ഇരുമ്പ് 5%, ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. മാൻറ്റിലിൻ്റെ ഉപരിഭാഗം ഖരാവസ്ഥയിലും അധോഭാഗം ദ്രാവകാവസ്ഥയിലുമാണ്. മാൻറ്റിലിൻ്റെ ഉപരിഭാഗം, അതായത് മുകളിലുള്ള ഭാഗം ഖരാവസ്ഥയിലും അധോഭാഗം താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയാണ്. കടൽത്തറകളെ അപേക്ഷിച്ച് വൻകര ഭാഗത്തിന് സാന്ദ്രത കുറവാണ്. കടൽത്തറകളെ അപേക്ഷിച്ച് വൻകര ഭാഗത്തിന് എന്ത് കുറവാണ്? സാന്ദ്രത കുറവാണ്. 100 കിലോമീറ്ററാണ് ശിലാമണ്ഡലത്തിൻ്റെ ഏകദേശ കനം. ശിലാമണ്ഡലത്തിൻ്റെ കനം എന്ന് പറയുന്നത് ഏകദേശം 100 കിലോമീറ്ററാണ്. ശിലാമണ്ഡലം 7 വലിയ ഖണ്ഡങ്ങളും 1 ഡസനോളം ചെറുഖണ്ഡങ്ങളുമായും കാണപ്പെടുന്നു. ശിലാമണ്ഡലം 7 വലിയ ഖണ്ഡങ്ങളായും 1 ഡസനോളം ചെറുഖണ്ഡങ്ങളുമായും കാണപ്പെടുന്നു. ഫലകങ്ങൾ എന്നാണ് ഇത്തരം ശിലാഖണ്ഡങ്ങൾ അറിയപ്പെടുന്നത്. ശിലാഖണ്ഡങ്ങളെയാണ് ഫലകങ്ങൾ എന്നും അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗമാണ് അകക്കാമ്പ്. ഇമ്പോർട്ടൻ്റ്. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ ഭാഗം അകക്കാമ്പ്. നിക്കലിൻ്റെയും ഇരുമ്പിൻ്റെയും മിശ്രിതമാണ് അകക്കാമ്പ്. നിക്കൽ, ഇരുമ്പാണ് അകക്കാമ്പിൽ അടങ്ങിയിരിക്കുന്ന മിശ്രിതങ്ങൾ. 2600 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏകദേശ താപനില. അകക്കാമ്പിൻ്റെ താപനില 2600 ഡിഗ്രി. ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളുടെ അവസ്ഥ അനുസരിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂഗർഭശാസ്ത്രം. ഭൂഗർഭശാസ്ത്രം എന്താണ് പഠിക്കുന്നത്? ഭൂമിയുടെ അന്തർഭാഗത്തുള്ള വസ്തുക്കളുടെ അവസ്ഥ, അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോളജി അഥവാ ഭൂഗർഭശാസ്ത്രം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ 78%. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓക്സിജനുമാണ്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് നൈട്രജൻ, 78%. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓക്സിജനാണ്. ഓക്സിജൻ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാൻറ്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ മണ്ഡലം മാൻറ്റിലാണ്. മാൻറ്റിലിൻ്റെ ഉപരിഭാഗം സിലിക്കേറ്റ് നിർമ്മിതവും അധോഭാഗം ലോഹവും സിലിക്കേറ്റും ചേർന്ന മിശ്രിതത്താൽ നിർമ്മിതവുമാണ്. നമ്മൾ ഭൂമിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളല്ലേ ആദ്യമേ പഠിച്ചത്? ഭൂവൽക്കവും മാൻറ്റിലും അകക്കാമ്പും. ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ മാൻറ്റിലിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്? മാൻറ്റിലിൻ്റെ ഉപരിഭാഗം സിലിക്കേറ്റ് നിർമ്മിതവും അധോഭാഗം ലോഹവും സിലിക്കേറ്റും ചേർന്ന മിശ്രിതത്താൽ നിർമ്മിതവുമാണ്. മാൻറ്റിലിൻ്റെ അടിവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാൻറ്റിലിൻ്റെ അടിവരമ്പ് ഏതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നതയാണ്. നമ്മൾ നേരത്തെ മോറോവിസിക് വിച്ഛിന്നത പഠിച്ചത് ഓർക്കുന്നുണ്ട്. അത് ഭൂവൽക്കത്തിൻ്റെയും മാൻറ്റിലിൻ്റെയും വേർതിരിക്കുന്ന അതിർവരമ്പായിരുന്നു മോറോവിസിക് വിച്ഛിന്നത. ഇവിടെ പഠിച്ചത് മാൻറ്റിലിൻ്റെ അടിവരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാൻറ്റിലിന് തൊട്ട് താഴെയാണ് ഭൂമിയുടെ അകക്കാമ്പ്. മാൻറ്റിലിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഏതാണ്? അകക്കാമ്പാണ്. നിക്കലും ഇരുമ്പുമാണ് അതിലെ മുഖ്യ ഘടകങ്ങൾ. നിക്കലും ഇരുമ്പും ചേർന്ന ഭാഗമാണ് ഏതാ? അകക്കാമ്പ്. നിഫെ എന്ന പേരിൽ അകക്കാമ്പ് അറിയപ്പെടാനുള്ള കാരണം ഇതാണ്. അപ്പോൾ അകക്കാമ്പിനെ നിഫെ എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? നിക്കലും ഇരുമ്പും കൂടെ ചേർന്ന ഭാഗമായതുകൊണ്ടാണ്. ഏപ്രിൽ 22 അന്താരാഷ്ട്ര ഭൗമ ദിനമായി ആചരിക്കുന്നത്. ഏപ്രിൽ 22 അന്താരാഷ്ട്ര ഭൗമ ദിനമായി ആചരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കാണ്. അതിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യം നോക്കി, അതിനുശേഷം ഭൂമിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് 2 സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ചു. വൻകര വിസ്ഥാപന സിദ്ധാന്തവും ഫലകചലന സിദ്ധാന്തവും. ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്തത് നമ്മൾ പഠിച്ചത് ഭൂമിയുടെ ഘടനയായിരുന്നു. ഘടനയിൽ ഭൂവൽക്കം, മാൻറ്റിൽ, അകക്കാമ്പ്, ഈ 3 പേരുകൾ, ഇതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പേരുകൾ മാത്രമല്ല, ഭൂവൽക്കം, മാൻറ്റിൽ, അകക്കാമ്പ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ 8, 9, 10 ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്, അതിൽ തന്നെ ജോഗ്രഫി പാർട്ട് നന്നായിട്ട് നിങ്ങൾ വായിക്കുക. കൂടാതെ തന്നെ പ്രീവിയസ് ചോദ്യം ചെയ്ത് നോക്കുക. ജോഗ്രഫി വരുന്ന ഈ ഭാഗത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.